കലാലയങ്ങളിൽ നിന്ന് ആർജിച്ച അറിവുകൾ കാർഷിക പുരോഗതിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047-ൽ വിഭാവനം ചെയ്യുന്ന വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് ഓരോ ബിരുദധാരിയും പ്രയത്നിക്കണം. ഭാരതിദാസൻ സർവകലാശാല ബിരുദദാന വേളയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി ഭാരതിദാസൻ സർവകലാശാല ബിരുദദാന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. കലാലയങ്ങളിൽ നിന്ന് നേടുന്ന അറിവുകൾ കർഷകരുടെ പുരോഗതിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പ്രയോജനപ്പെടുത്തണം. 2047-ൽ വിഭാവനം ചെയ്യുന്ന വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിനു വേണ്ടിയാവണം ഓരോ ബിരുദധാരിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രധാന സമ്പദ് വ്യവസ്ഥകളുമായി ഭാരതം നിരവധി വ്യാപാര കരാറുകൾ ഒപ്പുവച്ചിട്ടുണ്ട്. യുവാക്കൾക്ക് എണ്ണമറ്റ പുതിയ അവസരങ്ങൾ ഇത്തരം ധാരണകൾ പ്രയോജനം ചെയ്യും. ഭാരതം ഇന്ന് ആഗോളതലത്തിൽ എല്ലാ മേഖലകളിലും സ്വാഗതം ചെയ്യപ്പെടുന്ന രാജ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Our nation and civilization have always been centered around knowledge. Some of the ancient universities, such as Nalanda and Takshashila, are well known. Similarly, there are references of places like Kanchipuram housing great universities, Gangaikond Cholpuram and Madurai were also great seeds of. തമിഴ്നാട്ടിൽ 20,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 1100 കോടി രൂപ ചെലവഴിച്ച് വികസിപ്പിച്ച പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും ലക്ഷദ്വീപിലെത്തുന്ന പ്രധാനമന്ത്രി 1150 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലയിടലും നിർവഹിക്കും. കൊച്ചിയെയും ലക്ഷദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ലക്ഷദ്വീപിലെ ആദ്യത്തെ ബാറ്ററി ബാക്ക് സൗരോർജ്ജ പദ്ധതിയുടെ കവരത്തിയിലെ പ്ലാന്റും പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ലക്ഷദ്വീപ് സന്ദർശനത്തിനു ശേഷം ജനുവരി 3-ന് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തും. ന്യൂസ് ഡെസ്ക് ജനം.